കീ അക്കാഡമി. മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹ്യൂമൻ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിന് ആവശ്യമായിട്ടുള്ള നമ്മുടെ ബേസിക് റിക്വയർമെൻ്റ് ആയിട്ടുള്ള ഫുഡ്, നമ്മൾ കഴിക്കുന്ന ഫുഡ്, ഈ ഫുഡ് എങ്ങനെയാണ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതെന്നും ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ഫുഡ് നമ്മുടെ ബോഡി എങ്ങനെയാണ് അബ്സോർബ് ചെയ്യുന്നതും എന്നുള്ളതാണ് നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടോപ്പിക്കിലേക്ക് തന്നെ പോകാം. അതിലൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണെങ്കിൽ, ഫുഡാണ് നമ്മുടെ ബേസിക് റിക്വയർമെൻ്റ് എന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ. ആഹാരവും ഭക്ഷണവും അല്ലെങ്കിൽ ആഹാരവും വെള്ളവും ഇല്ലാതെ നമ്മുടെ ജീവൻ നിലനിർത്താൻ പറ്റില്ല. അപ്പോൾ ഫുഡാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്. അതിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഫുഡിൻ്റെ മേജർ കമ്പോണൻ്റ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, അതേപോലെ പ്രോട്ടീൻസും ഫാറ്റ്സും ആണ്. ഈ കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുള്ള ഫുഡ് നമ്മുടെ ബോഡിക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വൈറ്റമിൻസും മിനറൽസും നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ ആവശ്യമാണ്. അതേപോലെ ഫുഡാണ് നമുക്ക് എനർജി പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു ഇല്ലേ. നമ്മുടെ ഗ്രോത്തിനും നമ്മുടെ സെല്ലിൻ്റെയും ടിഷ്യൂസിൻ്റെയൊക്കെ റിപ്പയറിനും ഒക്കെ നമുക്ക് ഫുഡ് ആവശ്യമാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഫുഡിനോടൊപ്പം തന്നെ നമുക്ക് വാട്ടറും വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഈ പറയുന്ന ഫുഡും വാട്ടറും അല്ലെങ്കിൽ ഫുഡിനകത്ത് അടങ്ങിയിട്ടുള്ള കമ്പോണൻസും എല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ബോഡിയിലുള്ള എല്ലാ മെറ്റബോളിക് ആക്ടിവിറ്റീസും നടക്കുന്നത്. നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിനായിട്ടുള്ള എനർജി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് അല്ലെങ്കിൽ നമ്മൾ കഴിച്ചിട്ടുള്ള നമ്മുടെ ആഹാരം, കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും അടങ്ങിയിട്ടുള്ള ആഹാരം നമ്മുടെ ബോഡിയിൽ എങ്ങനെയാണ് എനർജി പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മുടെ ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റം ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഡൈജഷൻ ആൻഡ് അബ്സോർപ്ഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഡൈജഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താണ്? ദ പ്രോസസ് ഓഫ് കൺവേർഷൻ ഓഫ് കോംപ്ലെക്സ് ഫുഡ് സബ്സ്റ്റൻസസ് ഇൻടു സിമ്പിൾ അബ്സോർബബിൾ ഫോം ആണ് ഡൈജഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. കോംപ്ലക്സ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ആകാം, പ്രോട്ടീൻസ് ആകാം, ഫാറ്റ് ആകാം, ഇതൊക്കെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് നമ്മുടെ ബോഡിക്ക് അബ്സോർബബിൾ ആയിട്ടുള്ള ഫോമാക്കി മാറ്റുന്നതിനെയാണ് ഡൈജഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ക്യാരിഡ് ഔട്ട് by our digestive system by mechanical and biochemical methods. മെക്കാനിക്കൽ ആൻഡ് ബയോകെമിക്കൽ മെത്തേഡ്സ് വഴിയാണ് ഈ പറയുന്ന ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വഴിയാണ് സിമ്പിൾ അബ്സോർബബിൾ ഫോമിലേക്കാക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് മെറ്റീരിയൽസ് നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റുന്ന പ്രോസസ്സ് ആണെന്ന് പറഞ്ഞില്ലേ, ത്രൂ അവർ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഓക്കെ, സോ ഈ പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റം വഴിയാണ് നമ്മുടെ ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യുന്നത്, ബ്രേക്ക് ഡൗൺ ചെയ്ത് അബ്സോർബബിൾ ഫോമിലാക്കി മാറ്റുന്നതെന്ന് പറഞ്ഞു. സോ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ പറ്റി നോക്കുമ്പോൾ ഹ്യൂമൻ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് മെയിനായിട്ട് രണ്ട് പാർട്ടായിട്ട് നമുക്ക് പറയാം. ഓക്കെ, ഒന്നെന്താണ് നമ്മുടെ ഡൈജസ്റ്റീവ് കനാൽ അല്ലെങ്കിൽ അലിമെൻ്ററി കനാൽ അല്ലെ ഗട്ട് എന്ന് പറയുന്നത്. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം നമ്മുടെ മൗത്ത്, ഏനസ് എന്ന് തുടങ്ങിയ അത്രയും ഭാഗങ്ങൾ വരുന്നതിൻ്റെ അതായത് മൗത്ത് തുടങ്ങി നമ്മുടെ ഗട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് അല്ലെ, ഫുഡ് വേസ്റ്റ് പുറത്തേക്ക് പോകുന്ന അത്രയും ഒരു സീരീസ് ഓഫ് ഓർഗൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഗ്ലാൻഡുകളും ചേർന്ന് വരുന്നതാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ രണ്ട് പാർട്ടായിട്ട് നമുക്ക് തിരിക്കാം. എങ്ങനെയാണ്? അലിമെൻ്ററി കനാൽ അല്ലെങ്കിൽ ഗട്ട് എന്നും ഡൈജസ്റ്റീവ് ഗ്ലാൻഡ്സ് എന്നും. ഓക്കെ, അപ്പോൾ ഡൈജസ്റ്റീവ് അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത് എന്താണ്? അലിമെൻ്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൗത്തിൽ നിന്നാണ് അല്ലേ. മൗത്തിൽ നിന്ന് അടുത്ത് ഏതാണ്? മൗത്ത് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് മൗത്തിൽ നമ്മുടെ സലൈവറി ഗ്ലാൻഡ്സ് ഒക്കെ വരുന്നുണ്ട്. അവിടെ ആ സലൈവറി ഗ്ലാൻഡ്സ് ആണ് മൗത്തിൽ നമ്മുടെ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നത് ഇല്ലേ. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് അല്ലെ മൗത്തിൻ്റെ തൊട്ടടുത്ത് ഇതാണ് വരുന്നത് നമ്മുടെ ഓറൽ ക്യാവിറ്റി അല്ലെ, ബക്കിൽ ക്യാവിറ്റി എന്ന് പറയും. അത് കഴിഞ്ഞ് ഫാരിങ്സ്, പിന്നെ ഈസോഫാഗസ്, പിന്നെ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, ലാർജ് ഇൻറ്റസ്റ്റൈൻ തുടങ്ങിയ ഭാഗങ്ങളാണ് എന്ത് വരുന്നത്, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെ അലിമെൻ്ററി കനാലിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ലോങ് ട്യൂബ് സ്റ്റാർട്ടിങ് ഫ്രം മൗത്ത് ആൻഡ് എൻഡ്സ് ഇൻ ഏനസ് അല്ലേ. മൗത്ത് തുടങ്ങി ഏനസിൽ അവസാനിക്കുന്ന ഒരു ലോങ് ട്യൂബാണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുന്നത്. ദ മെയിൻ പാർട്സ് ഓഫ് അലിമെൻ്ററി കനാൽ ഇൻക്ലൂഡ് മൗത്ത്, ഓറൽ ക്യാവിറ്റി, ഫാരിങ്സ്, ഈസോഫാഗസ്, സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു അല്ലേ.
ഇനി എന്താണ്, മൗത്തിൽ നമ്മുടെ ഫുഡ് അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ മൗത്ത് ടു ഏനസ് വരെയുള്ള ഭാഗമാണെന്ന് പറഞ്ഞില്ല. ഇനി നമുക്ക് ഓരോരോ പാർട്ടായിട്ട് നോക്കാം. മൗത്തിൽ ആരാണ് നമ്മളെ ഡൈജഷന് സഹായിക്കുന്നത്? ഉറപ്പായിട്ടും നമ്മുടെ സലൈവറി ഗ്ലാൻസ് ഉണ്ട്. അത് മാത്രമല്ലാതെ നമ്മുടെ ടീത്ത് സഹായിക്കുന്നുണ്ട് അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ടീത്തിനെ കുറിച്ച് നമുക്ക് പഠിക്കണം. ടീത്തിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലെ ഒരു പാർട്ടാണെങ്കിലും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത് ഏതൊക്കെയാണെന്നൊക്കെ നമുക്ക് നോക്കി വെക്കണം. കാരണം അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ നമ്മുടെ ഡെൻറ്റീഷൻ അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിലൊക്കെ കാണുന്ന അല്ലെ ആനിമൽസിൽ കാണുന്ന ഡെൻറ്റീഷന് നമ്മൾ പറയുന്ന പേരാണ് തീക്കോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാക്കാണ്. എന്താണ് തീക്കോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്? ഈച്ച് ടൂത്ത് ഈസ് എംബഡഡ് ഇൻ എ സോക്കറ്റ് ഓഫ് ജോൺ ബോൺ. നമ്മുടെ ജോയിൽ, നമ്മുടെ താടിയെല്ലുകളിൽ കാണപ്പെടുന്ന ഒരു സോക്കറ്റിനുള്ളിൽ ഇറക്കി വെച്ചതുപോലെയാണ് നമ്മുടെ പല്ലുകൾ കാണുന്നതെങ്കിൽ അതിനെയാണ് തീക്കോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ ജോയിലുള്ള സോക്കറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് എംബഡ് ചെയ്ത് കാണുന്ന രീതിയിലായിരിക്കും ആര് കാണുന്നത്? നമ്മുടെ ടൂത്ത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് താഴത്തെ പല്ലുകളാട്ടോ. പക്ഷെ എനിക്ക് വരയ്ക്കാൻ നന്നായിട്ട് അറിയാത്തത് കൊണ്ട് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ. അപ്പം മുകളിലത്തെ പല്ലുകൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ മോണയിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന പോലെ ഒരു സോക്കറ്റിനുള്ളിൽ കയറ്റി വെച്ചിരിക്കുന്ന പോലെയാണ് നമ്മുടെ ടീത്ത് കാണുന്നത്. സോ അങ്ങനെയുള്ള ഡെൻറ്റീഷനെയാണ് നമ്മൾ തീക്കോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. ഇനിയാണ് ഡിഫിയോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. ആ വാക്കും നോക്കി വെച്ചേക്കണം. എന്താണ്? മജോറിറ്റി ഓഫ് ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ് ഫോംസ് 2 sets of teeth during their life. A set of temporary teeth or milk or deciduous teeth. അല്ലേ? നമ്മുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ഉൾപ്പെടെയുള്ളവർക്ക് 2 ടൈപ്പ് ടീത്ത് അവരുടെ ലൈഫ് ലോങ് കാണുന്നുണ്ട്. അതായത് നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്കൊരു ഇത്ര വയസ്സ് വരെ നമുക്ക് ആദ്യം വളരുന്ന പല്ലുകൾ കാണത്തുള്ളൂ. അത് കഴിയുമ്പോൾ അതെല്ലാം പറഞ്ഞു പോയിട്ട് പുതിയ പല്ലുകൾ വരും. സോ നമ്മുടെ ഒരു ആദ്യം വന്ന പല്ലുകളെയാണ് നമ്മൾ ടെമ്പററി ടീത്ത് ഓർ മിൽക്ക് ടീത്ത് ഓർ ഡെസിഡ്യൂവസ് ടീത്ത് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് പറ്റും? ഒരു ഏജ് കഴിയുമ്പം റീപ്ലേസ്ഡ് ബൈ എ സെറ്റ് ഓഫ് പെർമനൻറ്റ് ഓർ അഡൽട്ട് ടീത്ത്. ഓക്കെ, അപ്പോൾ മിൽക്ക് ടീത്ത് വരുന്നു, അതിനുശേഷം അഡൽട്ട് ടീത്ത് വരുന്നു. ഈ ടൈപ്പ് ഡെൻറ്റീഷൻ കാണിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫിയോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പം തീക്കോഡോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായിൽ സോക്കറ്റിനുള്ളിൽ എംബഡ് ചെയ്ത് കാണുന്ന രീതിയിൽ, അല്ലെ സോക്കറ്റിനുള്ളിൽ ഫിക്സ് ചെയ്തതുപോലെ കാണുന്ന ഡെൻറ്റീഷൻ ആണെങ്കിൽ അതിനെ തീക്കോഡോൺ ഡെൻറ്റീഷൻ എന്നും, 2 ടൈപ്പ് ഒരു ആളുടെ ജീവിതത്തിൽ 2 ടൈപ്പ് ടീത്ത് അല്ലെ ആദ്യം ഒരു ടീത്ത് വന്നതിന് ശേഷം അത് പോയി പിന്നെ രണ്ടാമത്തെ ടീത്ത് വരുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഡിഫിയോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിലും ഡിഫിയോഡോൺ ഡെൻറ്റീഷനാണ് കാണുന്നത്. അവരിൽ കുഞ്ഞായിരിക്കുമ്പോൾ ഒരു ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് വരുന്നു. അതിനുശേഷം അഡൽട്ട് ആകുമ്പോഴത്തേക്ക് പെർമനൻറ്റ് ഓർ അഡൽട്ട് ടീത്ത് വരുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താന്ന് നോക്കി. ഇനി ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ. ഈ പറഞ്ഞതെല്ലാം ഹ്യൂമൻ ബീയിങ്സിലും കാണുന്നുണ്ടല്ലേ. നമ്മുടെ പല്ലുകൾ സോക്കറ്റിനുള്ളിലാണ് കാണുന്നത്. അതേപോലെ 2 ടൈപ്പ് പല്ലുകൾ നമ്മൾക്ക് കാണുന്നുണ്ട്. ഇനി നോക്കിക്കഴിഞ്ഞാൽ ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുമ്പോൾ അതായത് ഹ്യൂമൻ ബീയിങ്സിനെ നോക്കിയാലും നമുക്ക് 32 പല്ലുകൾ ഉണ്ടെങ്കിൽ പല തരത്തിലുള്ള വ്യത്യസ്ത തരത്തിലുള്ള പല്ലുകളുണ്ട് ഇല്ലേ. നമ്മുടെ ഫ്രണ്ട് വശത്ത് കാണുന്ന പല്ലുകൾ പോലെയല്ല സൈഡിൽ കാണുന്ന, അതേപോലെയല്ല വായ്ക്കുള്ളിൽ കാണുന്നത്. പല ടൈപ്പ് ഡെൻറ്റീഷനാണ് കാണുന്നത് ഇല്ലേ. സോ അത്തരത്തിലുള്ള ഡെൻറ്റീഷനെയാണ് നമ്മൾ ഹെറ്ററോഡോൺ ഡെൻറ്റീഷൻ എന്ന് പറയുന്നത്. ആൻഡ് അഡൽട്ട് ഹ്യൂമൻ ഹാസ് 32 പെർമനൻറ്റ് ടീത്ത് ഉണ്ടായിരിക്കും, വിച്ച് ആർ 4 ഡിഫറെൻറ്റ് ടൈപ്സ്. അങ്ങനെയുള്ള ഡെൻറ്റീഷൻ എത്ര ടൈപ്പ്? 4 ടൈപ്പ് ഉണ്ട്. ആരാണ്? ഇൻസിസേഴ്സ്, കാനൈൻസ്, പ്രീമോളാസ് ആൻഡ് മോളാസ്. ഇത്രയും ടീത്താണ് നമ്മുടെ ലൈഫിൽ അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബീയിങ്സിൻ്റെ ലൈഫിൽ കാണുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ടീത്ത്. ലൈഫിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഓരോ സമയത്ത് ഓരോന്നല്ല, ഒരാളുടെ വായിൽ കാണുന്ന ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്ത്. ഫസ്റ്റ് കാണുന്ന പല്ലുകളെ ഇൻസിസേഴ്സ് എന്നും, പിന്നെ സൈഡിലേക്ക് കാണുന്നതിനെ കാനൈൻസ് എന്നും, അത് കഴിഞ്ഞിട്ട് കാണപ്പെടുന്നതിനെ പ്രീമോളാസ് എന്നും, പിന്നെ വരുന്നതിനെ മൊളാസ് എന്നും പറയുന്നു. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ആദ്യത്തെ ഫ്രണ്ടിൽ കാണുന്ന 2 ടൈപ്പ് 2 എണ്ണം, അതായത് ഒരു സൈഡിലുള്ള പല്ലിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പുറത്തെ സൈഡിലും അതേപോലെ ഉണ്ടായിരിക്കും. ഫ്രണ്ടിൽ കാണുന്ന 2 പല്ലുകളെ ഇല്ലേ, ഒരു ഹാഫ് കഴിഞ്ഞിട്ട് കാണുന്ന 2 പല്ലുകളെ നമ്മൾ എന്ത് പറയുന്നു? ഇൻസിസേഴ്സ് എന്ന് പറയുന്നു. പിന്നെ വരുന്ന ആളെ കാനൈൻ എന്നും, അത് കഴിഞ്ഞ് വരുന്ന 2 ആൾക്കാരെ പ്രീമോളാസ് എന്നും, പിന്നെ വരുന്ന 3 ആൾക്കാരെ
മൊളാസ് എന്നും പറയുന്നു. ഓക്കെ, അങ്ങനെ നോക്കി ഈ ഒരു സൈഡിലും പിന്നെ അതേപോലെ അതേ രീതിയിൽ തന്നെ അപ്പുറത്തെ സൈഡിലും ഈ ഇൻസിസസും കനൈൻസും പ്രീമൊളാസും മൊളാസും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ പല്ലുകളെ നമുക്ക് ഓരോ ആൾക്കാരിലെയും പല്ലുകൾ എത്രത്തോളം ഉണ്ട്, എങ്ങനത്തെ ഡെന്റീഷനാണ് അവരിൽ, ഹെറ്ററോഡോൺ ഡെന്റീഷൻ ഏത് ടൈപ്പിലാണ് വരുന്നതെന്നൊക്കെ അറിയാൻ നമ്മൾ എഴുതുന്നത് ഡെന്റൽ ഫോർമുല എന്ന് പറയും. ഓക്കെ, അപ്പം നമ്മൾ അതിനെ സൂചിപ്പിക്കുന്നത് ഡെന്റൽ ഫോർമുല വെച്ചിട്ടാണ്. എന്താണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്? അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് അപ്പർ ആൻഡ് ലോവർ ജോ ഇൻ ദ ഓർഡർ incisors, canines, premolars, molars is represented by a dental formula. അപ്പോൾ എന്താ ഡെന്റൽ ഫോർമുലയിൽ എന്താണ് ചെയ്യുന്നത്? ഒരു അപ്പർ ഹാഫിലും അതേപോലെ അറേഞ്ച്മെന്റ് ഓഫ് ടീത്ത് ഇൻ ഈച്ച് ഹാഫ് ഓഫ് ദ അപ്പർ ആൻഡ് ലോവർ ജോ. അതായത് നമ്മുടെ പല്ലുകൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അപ്പർ ജോയിൽ ഒരു ഹാഫിൽ കാണുന്നതും അതേപോലെ ലോവർ ജോ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഹാഫിൽ കാണുന്നതുമായിട്ടുള്ള പല്ലുകളെ നമ്മളൊരു ഫോർമുല ഉപയോഗിച്ച് എഴുതുന്നതിനെയാണ് ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. ഹ്യൂമൻ ബീയിങ്സിനെ നോക്കിക്കഴിഞ്ഞാൽ 2, 1, 2, 3 ആണ് അവരുടെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. 2, 1, 2, 3 2, 1, 2, 3 എന്ന് എഴുതാം. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് എന്താണ്? ഇൻസിസേഴ്സ് ആയിരിക്കും. പിന്നെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കനൈൻ ആയിരിക്കും. കാണുന്ന ഒരു കനൈനാണ്. നമുക്ക് ഒരു അപ്പർ ജോയിലെ കാര്യമാണ് ഈ എഴുതിയിരിക്കുന്നതെങ്കിൽ അപ്പർ ജോയിൽ ഒരു ഹാഫിൽ ഇൻസിസേഴ്സ് 2 ഉണ്ടായിരിക്കും, കനൈൻ 1 ആയിരിക്കും, പ്രീമൊളാസ് 2 പിന്നെ അത് കഴിഞ്ഞ് മൊളാസും വരും. അതേപോലെ തന്നെയാണ് ഇവിടെ വരുന്നത്, താഴെയും വരുന്നത്. അപ്പം ഈ അപ്പർ ഹാഫിലുള്ള പല്ലുകളുടെ ആ ഒരു എണ്ണം, അവരുടെ ഓരോ ടൈപ്സും അതിൻ്റെ നമ്പേഴ്സും, അതേപോലെ ലോവർ ഹാഫിൽ കാണുന്ന ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ടീത്തിൻ്റെ നമ്പേഴ്സും റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഫോർമുല പോലെ എഴുതുന്നതിനെയാണ് നമ്മൾ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. ദ ഹാർഡ് ചൂയിങ് സർഫസ് ഓഫ് ദ ടീത്ത് മേഡപ്പ് ഓഫ് ഇനാമൽ. ഓക്കെ, അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. പല്ലിൻ്റെ ഹാർഡായിട്ടുള്ള മെറ്റീരിയൽ അല്ലെങ്കിൽ പല്ലിൻ്റെ ഹാർഡായിട്ടുള്ള ഭാഗം ഉണ്ടാക്കിയിരിക്കുന്ന ഇനാമൽ കൊണ്ടാണ്. ഇറ്റ് ഈസ് ഹെൽപ്സ് ഇൻ ദി മാസ്റ്റിക്കേഷൻ ഓഫ് ഫുഡ് അല്ലേ? ഫുഡ് ചവച്ചരയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. നമ്മുടെ അതേപോലെ തന്നെ ഡെന്റൽ ഫോർമുല നമ്മുടെ ഹ്യൂമൻ ബീയിങ്സിൽ 2, 1, 2, 3 ആണെന്ന് പറഞ്ഞാലും കുഞ്ഞായിരിക്കുന്ന സമയത്ത് നമുക്ക് അത്രയും പല്ലുകൾ തന്നെ കാണണമെന്നില്ല. കുഞ്ഞായിരിക്കുന്ന സമയത്ത് എന്താണ് നമ്മുടെ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത് 2, 1, 0, 2 ആണ് അല്ലേ? 2, 1, 0, 2 by 2, 1, 0, 2 എന്ന് എഴുതാം. ഓക്കെ, ഇതിൽ ഈ 2 എന്താണ് സൂചിപ്പിക്കുന്നത്? 2 ഇൻസിസേഴ്സ്, 1 canine, 0 അതായത് അവർക്ക് പ്രീമൊളാസ് കാണുന്നില്ല, 2 മൊളാസ് ഉണ്ടായിരിക്കും. മേളിലും താഴെയും അതേ ഓർഡറിൽ തന്നെ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിനെയാണ് നമ്മൾ ഡെന്റൽ ഫോർമുല എന്ന് പറയുന്നത്. അപ്പോൾ ടീത്ത് കഴിഞ്ഞു അല്ലേ? അപ്പം നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൗത്ത് ടു ഏനസ് ആണെന്ന് പറഞ്ഞു. മൗത്തിലുള്ളതായിരുന്നു ടീത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ മൗത്തിൽ സഹായിക്കുന്ന ഒരാളാണ് ടങ് എന്ന് പറയുന്നത് അല്ലേ? ഈ ടങ് വഴിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? നമുക്ക് ടേസ്റ്റ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്താ നോക്കി. ടങ് ഈസ് എ ഫ്രീലി മൂവബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ബോർഡ് ഉൾപ്പെടെ മൂവ് ചെയ്യാൻ തുടങ്ങി. ഓക്കെ, അപ്പം ടങ് എന്ന് പറയുന്നത് ഫ്രീലി മൂവബിൾ മസ്കുലർ ഓർഗൻ ആണ് നമ്മുടെ ടങ് അറ്റാച്ച് ടു ദി ഫ്രെനുലം എന്ന് പറയുന്ന, അതായത് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ ഫ്രെനുലം എന്ന് പറയുന്ന ഭാഗമാണ് നമ്മുടെ ടങ്ങിനെ അറ്റാച്ച് ചെയ്ത് നിർത്തുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ടീത്തിൻ്റെ കാര്യം പറഞ്ഞു. നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ മൗത്ത് ടു ഏനസ് വരെയാണെന്ന് പറഞ്ഞു അല്ലേ? അതിനെയാണ് നമ്മൾ അലിമെൻ്ററി കനാൽ എന്ന് പറയുന്നത്. അലിമെൻ്ററി കനാലിൻ്റെ ഭാഗമായിട്ടുള്ള നമ്മുടെ ആദ്യത്തെ ഭാഗമായിട്ടുള്ള നമ്മുടെ വായ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ അല്ലെ മൗത്തിലുള്ള ടീത്ത് നമ്മളെ ഡൈജഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. അതോടൊപ്പം നമ്മളെ സഹായിക്കുന്ന മറ്റൊരു ഓർഗനാണ് നമ്മുടെ മൗത്തിൽ കാണുന്ന ടങ് എന്ന് പറയുന്നത്. അപ്പം ടങ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ടങ് ഈസ് എ freely movable muscular organ attached to the floor of the oral cavity by the frenulum. Frenulum എന്ന് പറയുന്ന ആ ഒരു ഭാഗം അല്ലെങ്കിൽ ഫ്രെനുലം എന്ന് പറയുന്നതാണ് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ നമ്മുടെ ടങ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ടങ് ഈസ് എ ഫ്രീലി മൂവബിൾ മസ്കുലർ ഓർഗൻ അറ്റാച്ച്ഡ് ടു ദ ഫ്ലോർ ഓഫ് ദ ബക്കൽ ക്യാവിറ്റി ബൈ ദ ഫ്രെനുലം.
Okay, the upper surface of the tongue has small projections called papillae. Okay, ഈ papillae ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ടേസ്റ്റ് അറിയാൻ സഹായിക്കുന്നത്. Some of which bear taste buds. ഈ papillae, അതായത് നമ്മുടെ ടങ് നോക്കി കഴിഞ്ഞാൽ ടങ്ങിൽ ഇങ്ങനെ കുറേ പ്രൊജക്ഷൻസ്, ചെറിയ 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 പ്രൊജക്ഷൻസ് ഇങ്ങനെ കാണാൻ പറ്റും. ഈ പ്രൊജക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, papillae എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഈ പാപ്പിലയിൽ ചിലതൊക്കെ എന്ന് പറയുന്നത് എന്താണ്, സം ഓഫ് വിച്ച് ബിയേഴ്സ് ടേസ്റ്റ് ബഡ്സ്. ചില പാപ്പില എന്ത് ചെയ്യുന്നുള്ളൂ, ടേസ്റ്റ് ബഡ്സിനെ ബിയർ ചെയ്യുന്നുണ്ട്. ഈ ടേസ്റ്റ് ബഡ്സ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമുക്ക് ടേസ്റ്റ് അറിയാൻ പറ്റുന്നത്. അപ്പം ടങ് എന്ന് പറയുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് നമുക്ക് പറയാം. അതിനുശേഷം എന്താ ചെയ്യുന്നത്, നമ്മുടെ മൗത്ത്, സോറി, അതിനുശേഷം എന്താ ടങ് ചെയ്യുന്നതെന്നല്ല ഉദ്ദേശിച്ചു, അതപ്പം നമ്മുടെ ഓറൽ ക്യാവിറ്റി ഇങ്ങനെ വരുന്നു. ഓറൽ ക്യാവിറ്റിയിൽ ടങ്കും ടീത്തും ഒക്കെ ഉണ്ട്. അതിനുശേഷം വരുന്ന ഭാഗമാണ് ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗം. അല്ലെങ്കിൽ ഓക്കെ, നമ്മുടെ ബക്കൽ ക്യാവിറ്റി പിന്നീട് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെ നമ്മൾ ഫാരിങ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഫാരിങ്സ് എന്താന്ന് നോക്കിയേ. ഫാരിങ്സ് ആക്ട്സ് ആസ് എ കോമൺ പാസേജ് ഫോർ ബോത്ത് ഫുഡ് ആൻഡ് എയർ. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഫുഡ്, നമ്മുടെ നേസൽ ചേംബർ വന്ന് ഓപ്പൺ ചെയ്യുന്നതും ഫാരിങ്സിലേക്കാണ്. അതേപോലെ നമ്മുടെ ബക്കൽ ക്യാവിറ്റി ഓപ്പൺ ചെയ്യുന്നതും ഫാരിങ്സ് എന്ന് പറയുന്ന ഭാഗമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഫാരിങ്സിനെ കോമൺ പാസേജ് ആണെന്ന് പറയുന്നത്. The esophagus and the trachea open into the pharynx. അല്ലേ, ഈ ട്രക്കിയയും പിന്നെ ഈസോഫാഗസിന്റെയും കണ്ടിന്യൂവേഷൻ വരുന്ന എവിടെ നിന്നാണ്, ഫാരിങ്സിൽ നിന്നാണെന്ന് നമുക്ക് പറയാം. A cartilaginous flap called epiglottis prevents the entry of food into the glottis. Okay. Opening of the windpipe during swallowing. Okay, ഇതിങ്ങനെ ജസ്റ്റ് ഒരു റൈറ്റിംഗ് മിസ്റ്റേക്ക് മീൻസ് ഭയങ്കരമായിട്ട് ഇതായിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു പക്ഷേ മനസ്സിലാകാതെ വരുന്ന മീൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടോ എന്ന് അറിയില്ല. ഓക്കെ, അപ്പം ഒരു കാർട്ടിലേജിനസ് ഫ്ലാപ്പ് അവിടെ കാണുന്നുണ്ട്, നമ്മുടെ ഫാരിങ്സിന്റെ ഭാഗത്ത് കാണപ്പെടുന്നുണ്ട്. ആ കാർട്ടിലേജിനസ് ഫ്ലാപ്പിനെ നമ്മൾ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. എന്തിനാണ് ഈ എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്, എപ്പിഗ്ലോട്ടിസിന്റെ പ്രത്യേകത എന്താണ്? എപ്പിഗ്ലോട്ടിസ് prevents the entry of food into the glottis, opening of the windpipe during swallowing. നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഫാരിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ നേസൽ ചേംബറിന്റെയും ഓറൽ ക്യാവിറ്റിയുടെയും കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഭാഗമാണ്. ഈ ഫാരിങ്സ് കോമൺ പാസേജ് ആണ് അല്ലേ. എവിടെ നിന്നാണ് ഫുഡും ഈസോഫാഗസിലേക്ക് പോകുന്നത്, വിൻഡ് പൈപ്പിലേക്ക് എയർ പോവുകയും ചെയ്യുന്നത്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഈ ഫാരിങ്സിൽ നിന്ന് വരുന്ന ഫുഡ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മുടെ വിൻഡ് പൈപ്പിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ ആ വിൻഡ് പൈപ്പിലേക്ക് പോകാതെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു സ്ട്രക്ചറിനെ നമ്മൾ പറയുന്ന പേരാണ് എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ കാർട്ടിലേജിനസ് ഫ്ലാപ്പ് കോൾഡ് എപ്പിഗ്ലോട്ടിസ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ഫുഡ് ഇൻ ടു ദി ഗ്ലോട്ടിസ്. ഓപ്പണിംഗ് ഓഫ് ദ വിൻഡ് പൈപ്പിനെയാണ് ഗ്ലോട്ടിസ് എന്ന് പറയുന്നത്. ഡ്യൂറിങ് swallowing, ഈ ഗ്ലോട്ടിസിലേക്ക് എന്ത് ചെയ്യുന്നില്ല, ഫുഡ് എൻട്രി ചെയ്യാതെ പ്രിവെൻറ്റ് ചെയ്യുകയാണ് എപ്പിഗ്ലോട്ടിസിൻ്റെ ഇത്. അതായത് ഗ്ലോട്ടിസ് ഇതാണെങ്കിൽ ഇവിടെ ഒരു ഫ്ലാപ്പ് പോലത്തെ സ്ട്രക്ചർ. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഫുഡ് വിഴുങ്ങുന്ന സമയത്ത് ഇത് വന്ന് എന്ത് ചെയ്യും, ഈ വിൻഡ് പൈപ്പിനെ അങ്ങ് കവർ ചെയ്യും. അപ്പോൾ ഫുഡ് അതിനകത്തേക്ക് പോകത്തില്ല. ഓക്കെ, അതാണ് നമ്മുടെ ഫാരിങ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഈസോഫാഗസ്. ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരെ ഇത് നമ്മുടെ ഓറൽ ചേംബർ ഇങ്ങോട്ട് വരുന്നു. നെക്സ്റ്റ് ഓറൽ ചേംബർ, നെക്സ്റ്റ് ഫാരിങ്സ് വരുന്നു. ഫാരിങ്സിനെ തുടർന്ന് വരുന്ന ലോങ് ആയിട്ടുള്ള പൈപ്പിനെയാണ് നമ്മൾ ഈസോഫാഗസ് എന്ന് പറയുന്നത്. ഓക്കെ, ഈസോഫാഗസ്. ഓക്കെ, നോക്കിയേ, esophagus is a thin, long tube which extends posteriorly, passing through the neck, thorax and diaphragm and leads to a J-shaped bag-like structure called stomach. ഓക്കെ, അപ്പൊ ഈ ഈസോഫാഗസ് ഇതുവഴിയൊക്കെ പോകുന്നുണ്ട്. ഈസോഫാഗസ് ഇങ്ങനെ നീണ്ട് നമ്മുടെ കഴുത്ത് ഭാഗത്തിലൂടെ പോയി നമ്മുടെ തൊറാസിക് ക്യാവിറ്റി എന്ന് പറയുന്നത് ഇതാണ് അല്ലേ. തൊറാസിക് ക്യാവിറ്റി അല്ലെ തൊറാക്സിന്റെ ഭാഗവും കഴിഞ്ഞിട്ട് ഡയഫ്രോം കഴിഞ്ഞിട്ട് ഒരു ജെ ഷേപ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചറിലേക്കാണ് ആര് പോകുന്നത്, നമ്മുടെ ഈസോഫാഗസ് പോകുന്നത്. ആ ജെ ഷേപ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് സ്റ്റൊമക്. ഓക്കെ,
ജെ ഷേപ്ഡ്, ഈ നടുക്കത്തെ സാധനം ഇല്ലേ ഞാൻ വരച്ചപ്പോൾ അങ്ങനെ വന്ന കേട്ടോ. ജെ ഷേപ്ഡ് ബാക്കിലേക്ക് സ്ട്രക്ചറിലേക്കാണ് ഈസോഫാഗസ് എക്സ്റ്റെൻഡ് ചെയ്ത് വരുന്നത്. അതിൻ്റെ പേരാണ് സ്റ്റൊമക്ക് എന്ന് പറയുന്നത്. എ മസ്കുലർ സ്പിങ്ചർ, ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ റെഗുലേറ്റ് ദ ഓപ്പണിംഗ് ഓഫ് ദ ഈസോഫാഗസ് ഇൻ ടു ദി സ്റ്റൊമക്ക്. അപ്പൊ ഇവിടെ ഒരു സ്പിങ്ചർ ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു സ്പിങ്ചർ ഉണ്ട്. എന്താണ് അതിൻ്റെ റോള്? ഈ സ്പിങ്ചർ ആണ് നമ്മുടെ ഫുഡ് സ്റ്റൊമക്കിലേക്ക് വരുന്നതും അതേപോലെ അല്ലെങ്കിൽ ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിൽ നിന്ന് തിരിച്ച് ഈസോഫാഗസിലേക്ക് ഫുഡ് പോകണോ അല്ലെ ഈസോഫാഗസിൽ നിന്ന് ഫുഡ് സ്റ്റൊമക്കിലേക്ക് വരണോ എന്നൊക്കെ പറയുന്നതിന് റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് എന്താണ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ റോൾ എന്താണെന്ന് നമ്മൾ പിന്നീട് പറയും. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ. അപ്പം ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ എവിടെയാണ് കാണുന്നത്? നമ്മുടെ ഈസോഫാഗസിനും ജെ ഷേപ്ഡ് സ്റ്റൊമക്കിനും ഇടയിൽ. ഈ ജെ ഷേപ്ഡ് സ്റ്റൊമക്കിന് ഇടയിലും അല്ലെങ്കിൽ നമ്മുടെ ഈസോഫാഗസിനും ഇടയിൽ വരുന്ന ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ ആണ്. അല്ലെ അതിന്റെ റോൾ എന്താണ്? റെഗുലേറ്റ്സ് ദ ഓപ്പണിംഗ് ഓഫ് ഈസോഫാഗസ് ഇൻ ടു ദി സ്റ്റൊമക്ക്. ഈസോഫാഗസിൽ നിന്ന് സ്റ്റൊമക്കിലേക്ക് വരുന്ന ഭാഗത്തെ റെഗുലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ ഫുഡിന്റെ ഫ്ലോയെ റെഗുലേറ്റ് ചെയ്യുന്ന ആളാണ് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ സ്റ്റൊമക്ക് എന്ന് പറയുന്ന ഭാഗം നമുക്കറിയാം. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ നിറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഒരു ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ സ്റ്റൊമക്ക് അല്ലെങ്കിൽ ആമാശയം എന്ന് മലയാളത്തിൽ പറയുന്നത്. സ്റ്റൊമക്ക് ലൊക്കേറ്റഡ് ഇൻ ദ അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ ക്യാവിറ്റി. നമ്മുടെ അബ്ഡോമിനൽ ക്യാവിറ്റിയുടെ മുകളിലത്തെ ലെഫ്റ്റ് പോർഷനിലാണ് ആര് കാണുന്നത്? നമ്മുടെ സ്റ്റൊമക്ക് കാണുന്നത്. അപ്പൊ ഈ സ്റ്റൊമക്കിനെ നമുക്ക് എന്ത് ചെയ്യാം? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് ആദ്യത്തെ ഭാഗം. ഈ ഓപ്പണിംഗ് വരുന്ന ആ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് കാർഡിയാക്. നെക്സ്റ്റ് വരുന്ന ഭാഗം ഓക്കെ, കാർഡിയാക് പോർഷൻ ഇൻടു വിച്ച് ഈസോഫാഗസ് ഓപ്പൺ. ഈസോഫാഗസ് ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിനെ നമ്മൾ എന്ത് പറയും? ആ ഒരു ഭാഗത്തിനെ കാർഡിയാക് എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന ആ ഒരു ഭാഗത്തെയാണ് ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നത്. അതായത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗത്തിനെ ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് പൈലോറിക് പോർഷൻ വിച്ച് ഓപ്പൺസ് ഇൻ ടു ദി ഫസ്റ്റ് പാർട്ട് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഈ ഫണ്ടിക് റീജിയൻ ആണ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. അപ്പം നമ്മുടെ സ്റ്റൊമക്കിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തെ കാർഡിയാക് എന്ന് പറയുന്നു. നെക്സ്റ്റ് വരുന്ന ഭാഗത്തെ ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നു. അതേപോലെ അത് കഴിഞ്ഞ് നമ്മുടെ സ്റ്റൊമക്ക് എൻഡ് ചെയ്യുന്ന ഭാഗത്തെ പൈലോറിക് റീജിയൻ എന്ന് പറയുന്നുണ്ട്. പിന്നെയും ഇതിന്റെ ഡിവിഷൻസ് ഒക്കെ ഉണ്ട്. ഇത്രയും മാത്രം നമുക്കിപ്പോൾ നോക്കിയാൽ മതി. കാർഡിയാക്, ഫണ്ടിക് ആൻഡ് പൈലോറിക് റീജിയൻ. ഈ പൈലോറിക് റീജിയൻ ആണ് എവിടേക്ക്? സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ദ ഓപ്പണിംഗ് ഓഫ് ദി സ്റ്റൊമക്ക് ഇൻ ടു ദ ഡിയോഡിനം ഈസ് ഗാർഡഡ് ബൈ പൈലോറിക് സ്പിങ്ചർ. അപ്പൊ നമ്മുടെ ഈസോഫാഗസും നമ്മുടെ സ്റ്റൊമക്ക് തമ്മിൽ ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ആരുണ്ടായിരുന്നു? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ ഉണ്ടായിരുന്നു ഇല്ലേ? ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ ഉണ്ടായിരുന്നു. അതെവിടെയാണ്? നമ്മുടെ സ്റ്റൊമക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗം, ഈസോഫാഗസ് വന്ന് എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ ഉണ്ട്. ഇവിടെ ആരുണ്ട്? പൈലോറിക് സ്പിങ്ചർ ഉണ്ട്. രണ്ടുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചിരുന്നാൽ മതി. പൈലോറിക് റീജിയൻ ആണ് ഡിയോഡിനത്തിലേക്ക് ഓപ്പൺ ചെയ്യുന്നത്. ഈ പൈലോറിക് റീജിയനും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഇടയിൽ കാണുന്ന ഭാഗത്തിനെ പൈലോറിക് സ്പിങ്ചർ എന്ന് പറയുന്നു. ദ സ്റ്റൊമക്ക് സ്റ്റോർസ് ദ ഫുഡ് അബൌട്ട് 4 to 5 hours. നമ്മുടെ സ്റ്റൊമക്കിൽ നമ്മുടെ ഫുഡ് ഒരു 4 മുതൽ 5 മണിക്കൂർ വരെ സ്റ്റോർ ചെയ്ത് വെക്കാൻ നമ്മുടെ ഫുഡിന് കഴിയും. ഇവിടെ സ്റ്റോർ ചെയ്ത് അങ്ങനെ വെച്ചേക്കല്ല. ആ സമയത്ത് എന്ത് ചെയ്യും? ഡൈജഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യുന്നത് 4 to 5 hours നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ, അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? നമ്മുടെ സ്റ്റൊമക്കിലെത്തി അവിടെ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ 4 to 5 hours കഴിയുമ്പോൾ നേരെ അത് സ്മോൾ ഇൻറ്റസ്റ്റൈനിൻ്റെ ഭാഗത്തേക്ക് പോകും. അപ്പം നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ഡിസ്റ്റിങ്വിഷബിൾ ഇൻടു 3 region, എ സി ഷേപ്ഡ് ഡിയോഡിനം. ഓക്കെ, നമ്മുടെ സ്റ്റൊമക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്ന അല്ലെ പൈലോറിക് സ്പിങ്ചർ കഴിഞ്ഞിട്ട് സ്റ്റൊമക്ക് വന്ന് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ സി ഷേപ്ഡ് ആയിട്ടുള്ള ഡിയോഡിനം എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, ഫസ്റ്റ് പോർഷൻ അതാണ്. അത് കഴിഞ്ഞിട്ട് എ ലോങ് കോയിൽഡ് മിഡിൽ പോർഷൻ ഈസ് കോൾഡ് ജെജുനം. ലോങ് കോയിൽഡ് ആയിട്ടുള്ള
മിഡിൽ പോർഷനെ നമ്മൾ ജെജുനം എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഇത് ജെജുനം എന്ന് പറയുന്ന ലോങ് കോയിൽഡ് റീജിയൻ ആണ്. അത് കഴിഞ്ഞ് വരുന്ന ഹൈലി കോയിൽഡ് ആയിട്ടുള്ള റീജിയനെ നമ്മൾ ഇലിയം എന്ന് പറയുന്നു. അപ്പൊ സ്മോൾ ഇൻറ്റസ്റ്റൈന് 3 ഭാഗമുണ്ട്. നമ്മുടെ സ്റ്റൊമക്കിന് 3 ഭാഗമുണ്ടായിരുന്നു, കാർഡിയാക്, ഫണ്ടിക് ആൻഡ് പൈലോറിക് റീജിയൻ. ഇവിടെ ആരൊക്കെയാണ് വരുന്നത്? ഡിയോഡിനം, ജെജുനം ആൻഡ് ഇലിയം. അങ്ങനെ 3 പോർഷനായിട്ട് നമുക്ക് സ്മോൾ ഇൻറ്റസ്റ്റൈനെയും ഡിവൈഡ് ചെയ്യാം. ദി ഇലിയം ഓപ്പൺസ് ഇൻ ടു ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ ത്രൂ ഇലിയോസീക്കൽ വാൽവ്. ഇലിയോസീക്കൽ വാൽവ്. അപ്പം ഈ ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ഭാഗത്തിന്റെ പേരുമായിട്ട് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ ആദ്യം നമുക്ക് നമ്മുടെ ഈസോഫാഗസ് വരുന്നു. ഈസോഫാഗസിന്റെ അടുത്ത് ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്ഫിങ്ക്ചർ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റൊമക്ക് വരുന്നു. സ്റ്റൊമക്കിന്റെ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് പൈലോറിക് സ്ഫിങ്ക്ചർ ഉണ്ട്. നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുന്നു. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻഡ് ചെയ്യുന്ന ഭാഗത്തിൽ ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഭാഗമൊക്കെ കഴിഞ്ഞത് എൻഡ് ചെയ്യുന്ന ഭാഗത്തിന് ഇലിയോസീക്കൽ വാൽവ് ഉണ്ട്. ഇലിയോസീക്കൽ നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇത് മുഴുവനായിട്ട് ലാസ്റ്റ് നോക്കാം. ഇലിയോസീക്കൽ വാൽവ് ഉണ്ടെന്ന് ഓർത്ത് വെക്കാം. നെക്സ്റ്റ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞിട്ട് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്ക് വരുന്ന ഭാഗത്താണ് ഇലിയോസീക്കൽ വാൽവ് എന്ന് പറഞ്ഞു. നെക്സ്റ്റ് അപ്പം നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ പോർഷൻ ആണ് നോക്കേണ്ടത് ഇല്ലേ? ലാർജ് ഇൻറ്റസ്റ്റൈൻ കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. വീണ്ടും ലാർജ് ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം. സീക്കം, കോളൻ, റെക്ടം. അങ്ങനെ 3 ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ? സീക്കം ഈസ് എ സ്മോൾ ബ്ലൈൻഡ് സാക്ക് വിച്ച് ഹോസ്റ്റ് സം സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസം ഇല്ലേ? സീക്കം എന്ന് പറയുന്നത് നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമാണ്. ഒരു ബ്ലൈൻഡ് സാക്ക് പോലത്തെ പോർഷൻ ആണ് സീക്കം എന്ന് പറയുന്നത്. അവിടെ ആരുണ്ടെന്നാണ് പറഞ്ഞത്? സിംബയോട്ടിക് ഓർഗാനിസം, സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് ഉള്ള ഭാഗം ഏതാണ്? ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ സീക്കം എന്ന് പറയുന്ന ഭാഗമാണ്. അതേപോലെ ഈ സീക്കത്തിന്റെ തുടർച്ചയായിട്ട് എ നാരോ ഫിംഗർ ലൈക്ക് ട്യൂബുലാർ പ്രൊജക്ഷൻ കാണുന്നുണ്ട് ഇല്ലേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. എ നാരോ ട്യൂബുലാർ finger like projection, the vermiform appendix which is a vestigial organ arises from the cecum. സീക്കത്തിന്റെ തുടർച്ചയായിട്ട് കാണപ്പെടുന്ന ട്യൂബുലാർ ആയിട്ടുള്ള അതേപോലെ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ് എന്ത് പറയുന്നത്? വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമായിട്ടുള്ള സീക്കത്തിലാണ് കാണപ്പെടുന്നത്. അപ്പൊ നമ്മുടെ ലാർജ് ഇൻറ്റസ്റ്റൈനിന് 3 ഭാഗങ്ങളുണ്ട്. സീക്കം, കോളൻ, റെക്ടം. അതേപോലെ സീക്കം എന്ന് പറയുന്ന ഒരു ബ്ലൈൻഡ് സാക്ക് ആണ്. അവിടെയാണ് സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസ് കാണപ്പെടുന്നത്. അതേപോലെ ഒരു നാരോ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ, ട്യൂബുലാർ പ്രൊജക്ഷൻ കാണപ്പെടുന്നുണ്ട്. നമ്മുടെ സീക്കത്തിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് അതിനെ വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്നു. അതാണ് വെസ്റ്റീജിയൽ ഓർഗൻ എന്നറിയപ്പെടുന്നത്. എന്താണ് വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്. വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത് ഈസ് എ നോൺ ഫങ്ഷണൽ ഓർ പൂർലി ഫങ്ഷണൽ anatomical structure that was functional in ancestral species. Ancestral species നമ്മുടെ ancestral speciesൽ ആക്റ്റീവ് ആയിരുന്ന ഒരു ഓർഗൻ. പക്ഷേ അതെന്താ? ഇപ്പം നമ്മുടെ ബോഡിയിൽ നോൺ ഫങ്ഷണൽ ആകാം, അല്ലെങ്കിൽ പുവർലി ഫങ്ഷണൽ ആയിട്ടുള്ള ഓർഗൻ ആണെങ്കിൽ അതിനെയാണ് വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. ബട്ട് ഹാസ് ഇറ്റ്സ് ഒറിജിനൽ പർപ്പസ് ഇൻ ദ കറന്റ് സ്പീഷീസ് ഡ്യൂ ടു എവല്യൂഷൻ. but has lost its original purpose. ലോസ്റ്റ് ചെയ്യാൻ വായിക്കാൻ വിട്ടുപോയി. അപ്പോൾ നമ്മുടെ ആൻസസ്ട്രൽ സ്പീഷീസിൽ അതിനൊരു ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു. പക്ഷേ കറണ്ട് സ്പീഷീസ് ആയിട്ടുള്ള നമ്മളിൽ പ്രത്യേകിച്ച് ഒരു റോളും ഇല്ല, അല്ലെങ്കിൽ നോൺ ഫങ്ഷണലാണ്, അല്ലെങ്കിൽ പുവർലി ഫങ്ഷണൽ ആയിട്ടുള്ള ഓർഗൻസിനെയാണ് നമ്മൾ വെസ്റ്റീജിയൽ ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വെസ്റ്റീജിയൽ ഓർഗനിന് എക്സാമ്പിൾ ആണ് വേർമിഫോം അപ്പൻഡിക്സ് എന്ന് പറയുന്ന ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ. എവിടെ കാണുന്നു? ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമായിട്ടുള്ള സീക്കത്തിൽ കാണപ്പെടുന്നു. സീക്കത്തിൽ വേറെ ആരൊക്കെയുണ്ട്? മൈക്രോ ഓർഗാനിസംസ്, സിംബയോട്ടിക് മൈക്രോ ഓർഗാനിസംസും കാണപ്പെടുന്നുണ്ട്. ദി സീക്കോ ഓപ്പൺസ് ഇൻ ടു ദി കോളം. കോളമല്ല, കോളൻ. ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പിക്ചർ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഇതാണ് ഇത് ലാർജ് ഇൻറ്റസ്റ്റൈനിന്റെ ഭാഗമാണ്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സീക്കം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഈ ഇത്ര പോർഷൻ, ഇവിടെ തുടങ്ങി ഇവിടെ വരെയുള്ള പോർഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇവിടെ വരെയുള്ള പോർഷൻ, ഇവിടെ വരെയുണ്ട്, ആ പോർഷനെയാണ് നമ്മൾ കോളൻ എന്ന് പറയുന്നത്. കോളൻ നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മുകളിലേക്ക് പോകുന്നില്ലേ, അസെൻഡിങ് പോർഷൻ ഉണ്ട്, ട്രാൻസ്വേഴ്സ് പോർഷൻ ഉണ്ട്, ഡിസെൻഡിങ്
പോർഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ കോളത്തിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അസെൻഡിങ് കോളൻ, അതേപോലെ ട്രാൻസ്വേഴ്സ് കോളൻ ആൻഡ് ഡിസെൻഡിങ് കോളൻ എന്ന് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഇത് എന്തിന്റെ ഭാഗമാണ്? ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ സീക്കം, കോളൻ, റെക്റ്റം എന്ന് പറയുന്ന 3 ഭാഗത്തിൽ ഒരെണ്ണമാണ് കോളൻ എന്ന് പറയുന്നത്. അതിനും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ an ascending, transverse and descending part. The descending parts open into the rectum which opens throughout the anus. Which opens out through the anus. Okay, anus വഴി ഈ റെക്റ്റം എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പൺ റെക്റ്റം ആണ് ഡിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന് സഹായിക്കുന്നത്. ആ ഡിഫിക്കേഷൻ നടക്കുന്ന ആനൽ ഓപ്പണിംഗ് വഴിയാണ്. ഓക്കെ, ദ ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഗട്ട് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇത്രയും നേരം പറഞ്ഞത് ഒന്നുകൂടെ നോക്കാം. ഇത്രയും നേരം പറഞ്ഞത് എന്തൊക്കെയായിരുന്നു? നമ്മുടെ മൗത്തിലാണ് ആര് തുടങ്ങുന്നതെന്ന് പറഞ്ഞു. പണം വരയ്ക്കാൻ വലിയ ധാരണയൊന്നുമില്ല. മൗത്തിൽ നിന്നാണ് നമ്മുടെ അലിമെന്ററി കനാൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അലിമെന്ററി കനാൽ മൗത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് വിൻ പൈപ്പിൻ്റെയും അതേപോലെ നമ്മുടെ ഈസോഫാഗസിൻ്റെയും കോമൺ ഓപ്പണിംഗ് ആയിട്ടുള്ള ഫാരിങ്സിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫാരിങ്സ് റീജിയൻ. ഫാരിങ്സ് കഴിയുമ്പോൾ അവിടുന്ന് വരുന്ന ലോങ് ട്യൂബുലാർ സ്ട്രക്ചർ ഉണ്ട്. അതിന് നമ്മൾ പറയുന്ന പേരാണ് ഈസോഫാഗസ്. ഈസോഫാഗസിൻ്റെ ഓപ്പണിംഗ് എക്സ്റ്റെൻഡ് ചെയ്യുന്ന ഒരു ജെ ഷേപ്ഡ് ബാഗ് ലൈക്ക് സ്ട്രക്ചറിലേക്കാണ്. അതിനെ നമ്മൾ സ്റ്റൊമക്ക് എന്ന് പറയുന്നു. സ്റ്റൊമക്കിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് വരുന്ന ഭാഗമാണ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്കത്തിൻ്റെ ഭാഗത്തെ അല്ലെങ്കിൽ സ്റ്റൊമക്കിൻ്റെ തുടങ്ങുന്ന ഭാഗത്തിനെ നമ്മൾ കാർഡിയാക് റീജിയൻ എന്ന് പറയുന്നു. നെക്സ്റ്റ് റീജിയനെ ഫണ്ടിക് റീജിയൻ എന്ന് പറയുന്നു. ഈ റീജിയനെ എൻഡ് ചെയ്യുന്ന റീജിയനെ പൈലോറിക് റീജിയൻ എന്നും പറയുന്നു. ഓക്കെ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ തുടക്കത്തെ ഡിയോഡിനം എന്ന് പറയുന്നു. ഡിയോഡിനം. അതേപോലെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ലോങ് കോയിൽഡ് ആയിട്ടുള്ള ഭാഗത്തെ ജെജുനം എന്ന് പറയുന്നു. നെക്സ്റ്റ് ഹൈലി കോയിൽഡ് ആയിട്ടുള്ള ഭാഗത്തിനെ ഇലിയം എന്ന് പറയുന്നു. ഇലിയം ഓപ്പൺ ചെയ്യുന്നത് ലാർജ് ഇൻറ്റസ്റ്റൈനിലേക്കാണ്. ആ ഭാഗത്തിനെ സീക്കം എന്ന് പറയുന്നു. സീക്കം കഴിഞ്ഞിട്ട് കോളൻ എന്ന് പറയുന്ന ഭാഗമാണ് വരുന്നത്. കോളൻ്റെ ഇങ്ങനെയുള്ള ഒരു ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തിന് കോളത്തിനെ 3 ഭാഗമായിട്ട് ഡിവൈഡ് ചെയ്യാം. അസെൻഡിങ് പോർഷൻ, പിന്നെ ട്രാൻസ്വേഴ്സ് പോർഷൻ, പിന്നെ ഒരു ഡിസെൻഡിങ് പോർഷൻ. ഇവിടെയാണ് നമ്മുടെ കോളൻ എൻഡ് ചെയ്യുന്ന ആ ഭാഗത്തിനെ റെക്റ്റം എന്ന് പറയുന്നു. റെക്റ്റം ഏനൽ ഓപ്പണിങ്ങിലേക്കാണ് വരുന്നത്. ഇത് ഇത്രയാണ് നമ്മുടെ ആരെന്ന് പറയുന്നത്, നമ്മുടെ അലിമെന്ററി കനാലിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇത് പടം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ലായിരിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഒരു നല്ല പടം, അതായത് നമ്മുടെ ആദ്യമൊക്കെ അലിമെന്ററി കനാലിൻ്റെ പടം കൊടുത്തിട്ടുണ്ട്, അത് നോക്കിയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ പറഞ്ഞ എന്തായിരുന്നു, ഈസോഫാഗസ് വന്ന് സ്റ്റൊമക്കിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്ത് ഒരു സ്പിങ്ചർ കാണുന്നുണ്ട്. അതിനെ ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ എന്ന് പറയുന്നു. ഗ്യാസ്ട്രോ ഈസോഫാജിയൽ സ്പിങ്ചർ എന്ന് പറയുന്നു. പിന്നെ അതേപോലെ സ്റ്റൊമക്ക് വന്ന് അല്ലെങ്കിൽ സ്റ്റൊമക്കും സ്മോൾ ഇൻറ്റസ്റ്റൈനും ഡിയോഡിനവും കൂടെ ചേരുന്ന ഭാഗത്ത് ഒരു സ്പിങ്ചർ വരുന്നുണ്ട്. അതിനെ പൈലോറിക് സ്പിങ്ചർ എന്ന് പറയുന്നു. സ്പെല്ലിങ് തെറ്റി. ഓക്കെ, ഇതിനെ പൈലോറിക് സ്പിങ്ചർ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻഡ് ചെയ്യുന്ന ഭാഗത്ത് ഒരു സ്പിങ്ചർ വരുന്നുണ്ട്. അതിനെ അത് ഏകദേശം എവിടെയാണെന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ ആ ടെക്സ്റ്റ് ഒന്നുകൂടെ റെഫർ ചെയ്യുക. സ്മോൾ ഇൻറ്റസ്റ്റൈൻ എൻഡ് ചെയ്യുന്ന സീക്കം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വരുന്ന സ്പിങ്ചറിനെ ഇലിയോ സീക്കൽ വാൽവ് എന്ന് പറയും. ഓക്കെ, സീക്കൽ വാൽവ് എന്ന് പറയും. അത് സ്പെല്ലിംഗ് ഒന്ന് കറക്റ്റ് ആക്കി വെക്കുക, നിങ്ങൾക്ക് മനസ്സിലാകാനായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറയാൻ പോകുന്നതിൻ്റെ നെക്സ്റ്റ് പോർഷനാണ്. ഇനി നമുക്കിത് വേണ്ട. അപ്പോൾ അലിമെന്ററി കനാലിൻ്റെ ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു.
ഓക്കെ, ഇനി ട്രാൻസ്വേഴ്സ് സെക്ഷൻ ഓഫ് ഹ്യൂമൻ ഗട്ട് അല്ലെങ്കിൽ നമ്മുടെ അലിമെന്ററി കനാലിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് കുറേ ലെയേഴ്സ് ഉള്ളതായിട്ട് കാണാൻ പറ്റും. ദ വാൾ ഓഫ് ദ അലിമെന്ററി കനാൽ from esophagus to rectum possess 4 layers, namely serosa, muscularis, submucosa and mucosal layer. ഇങ്ങനെ 4 ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഏതാണ്? നമ്മുടെ ഈസോഫാഗസ് മുതൽ നമ്മുടെ റെക്റ്റം വരെയുള്ള ഭാഗം ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും പുറമേയുള്ള ലെയറിനെ സെറോസ എന്നും അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ലെയറിനെ മസ്കുലാരിസ് എന്നും അതിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ലെയറിനെ സബ്മ്യൂക്കോസ എന്നും ഏറ്റവും ഉള്ളിൽ കാണപ്പെടുന്ന ലെയറിനെ മ്യൂക്കോസൽ ലെയർ എന്നും പറയാൻ പറ്റും. അങ്ങനെ 4 ലെയേഴ്സ് വരുന്നതാണ് നമ്മുടെ അലിമെന്ററി കനാൽ അല്ലെ ഗട്ടിൻ്റെ ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സെറോസ എന്ന് പറയുന്നത് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ. ഇറ്റ് ഈസ് ദ ഔട്ടർ മോസ്റ്റ് ലെയർ. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് തിൻ മീസോത്തീലിയം. മീസോത്തീലിയം എന്ന് പറഞ്ഞാൽ എന്താ? എപ്പിത്തീലിയം ഓഫ് വിസറൽ ഓർഗൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീസോത്തീലിയം എന്ന് പറയുന്നത്. ഓക്കെ, വിത്ത് സം കണക്റ്റീവ് ടിഷ്യൂസ്. ചില കണക്റ്റീവ് ടിഷ്യൂസും മീസോത്തീലിയവും കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ആ ഒരു സ്ട്രക്ചറിനെ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഔട്ടർ മോസ്റ്റ് ലെയർ ആയിട്ടുള്ള സെറോസ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് മസ്കുലാരിസ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഫോംഡ് ബൈ സ്മൂത്ത് മസിൽസ് കൊണ്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്? നമ്മുടെ മസ്കുലാരിസ് എന്ന് പറയുന്ന അടുത്ത ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. യൂഷ്വലി അറേഞ്ച്ഡ് ഇൻ ടു ഇന്നർ സർക്കുലാർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ ലെയർ ആയിരിക്കും നമ്മുടെ മസ്കുലാരിസ് എന്ന് പറയുന്നത്. ഇവിടെ എഴുതിയിട്ടുണ്ട് അല്ലേ, ഇന്നർ സർക്കുലാർ ആൻഡ് ഔട്ടർ ലോഞ്ചിറ്റ്യൂഡിനൽ മസിൽസ് ചേർന്നിട്ടാണ് മസ്കുലാരിസ് എന്ന് പറയുന്ന ആ ഒരു രണ്ടാമത്തെ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി അതിൻ്റെ അടുത്തായിട്ട് സബ്മ്യൂക്കോസൽ ലെയർ ഉണ്ട് അല്ലേ. സബ്മ്യൂക്കോസൽ ലെയർ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഫോംഡ് ഓഫ് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് ആണ്. അപ്പോൾ ആദ്യത്തെ ലെയർ ഉണ്ടാക്കിയിരിക്കുന്നത് മീസോത്തീലിയം കൊണ്ടാണ്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മീസോത്തീലിയം. ഇത് നോക്കിക്കഴിഞ്ഞാൽ സ്മൂത്ത് മസിൽസ് കൊണ്ടാണ്. ഇത് ലൂസ് കണക്റ്റീവ് ടിഷ്യൂസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതാണ് മൂന്നാമത്തെ ലെയർ ആയിട്ടുള്ള സബ്മ്യൂക്കോസൽ ലെയർ എന്ന് പറയുന്നത്. ഈ സബ്മ്യൂക്കോസൽ ലെയറിൽ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് നെർവ്സ് ഉണ്ട്, ബ്ലഡ് ഉണ്ട്, അതേപോലെ ബ്ലഡ് അല്ല, ലിംഫ് വെസൽസും ബ്ലഡ് വെസൽസുമാണ്. അതായത് ബ്ലഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എനിക്ക് ഒരു കൺഫ്യൂഷൻ ആയി. അപ്പോൾ ഇറ്റ് ഓൾസോ കണ്ടെയ്ൻസ് നെർവ്സ്, ബ്ലഡ് വെസൽസ് ആൻഡ് ലിംഫ് വെസൽസ്. അപ്പോൾ സബ്മ്യൂക്കോസൽ ലെയറിൽ ആരൊക്കെ ഉണ്ട്? നെർവ്സ് ഉണ്ട്, ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും ഒക്കെ കാണാൻ പറ്റും. ഇൻ ഡിയോഡിനം ഗ്ലാൻഡ്സ് ആർ ഓൾസോ പ്രസന്റ് ഇൻ ദ സബ്മ്യൂക്കോസൽ ലെയർ. The glands are called Brunner's gland. ഓക്കെ, അപ്പോൾ നമ്മുടെ സബ്മ്യൂക്കോസൽ ലെയറിൽ നെർവ്സും അതേപോലെ ബ്ലഡ് വെസൽസും ലിംഫ് വെസൽസും ഒക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഡിയോഡിനം ഏരിയയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഈ പറയുന്ന ബ്ലഡ് വെസൽസും നെർവ്സും ലിംഫ് വെസൽസും മാത്രമല്ല, അതിനോടൊപ്പം തന്നെ ഗ്ലാൻഡ്സുകളും കാണപ്പെടുന്നുണ്ട്. ആ ഗ്ലാൻഡിന് പറയുന്ന പേരാണ് ബ്രൂണേഴ്സ് ഗ്ലാൻഡ്. ഒന്ന് നോക്കി വെച്ച് വേണം, ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ബ്രൂണേഴ്സ് ഗ്ലാൻഡ് എവിടെയാണ് കാണുന്നത്? നമ്മുടെ സബ്മ്യൂക്കോസൽ ലെയർ ഓഫ് ഡിയോഡിനം, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഭാഗമായിട്ടുള്ള ഡിയോഡിനത്തിലാണ് ആര് കാണുന്നത്? ഈ പറയുന്ന ബ്രൂണേഴ്സ് ഗ്ലാൻഡ് പറയുന്നത്. ശരിക്കും നമ്മളിനി ഡൈജഷൻ പഠിക്കുന്ന സമയത്ത് ഡൈജഷൻ ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ ഡിയോഡിനത്തിൽ. ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ എവിടെയാണ്? നമ്മുടെ മൗത്ത് ടു സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരെ ഉണ്ടെങ്കിലും ഡൈജഷൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമൊക്കെ നടക്കുന്നത് നമ്മുടെ ഡിയോഡിനം ഭാഗത്തിലാണ്. ഏറ്റവും ഡൈജഷൻ കംപ്ലീറ്റ് ആവുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഡൈജഷൻ കംപ്ലീറ്റ് ആവാനായിട്ട് ആവശ്യമായിട്ടുള്ള കുറേ ജ്യൂസസ് ഒക്കെ സെക്രീറ്റ് ചെയ്യുന്നത് നമ്മുടെ ഡിയോഡിനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെയാണ് ഈ പറയുന്ന ബ്രൂണേഴ്സ് ഗ്ലാൻഡ് ഒക്കെ കാണപ്പെടുന്നത്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ബ്രൂണേഴ്സ് ഗ്ലാൻഡ് കാണപ്പെടുന്നത് സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ്. സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സബ്മ്യൂക്കോസ ലെയറിലാണ് ഈ പറയുന്ന ബ്രൂണേഴ്സ് ഗ്ലാൻഡ് ഒക്കെ കാണപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മ്യൂക്കോസ ലെയർ. മ്യൂക്കോസ ലെയർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്നർമോസ്റ്റ് ലെയർ ആണ് അല്ലേ. നമ്മുടെ അലിമെന്ററി കനാലിൻ്റെ ട്രാൻസ്വേഴ്സ് സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഔട്ടറിൽ സെറോസായും അതിൻ്റെ ഇപ്പുറത്ത് മസ്കുലാരിസ്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് സബ്മ്യൂക്കോസ, ഏറ്റവും ഇന്നർമോസ്റ്റ് ആയിട്ട് കാണുന്നതാണ് മ്യൂക്കോസ ലെയർ. ദ ഇന്നർമോസ്റ്റ് ലെയർ ലൈനിങ് ദ ലൂമൻ ഓഫ് ദ അലിമെന്ററി കനാൽ ഈസ് the mucosa. This layer forms irregular pores in the stomach called gastric rugae. ഓക്കെ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഈ മ്യൂക്കോസയിൽ ഇനി ഇറഗുലർ ആയിട്ടുള്ള ചെറിയ ഫോൾഡിങ്സ് കാണപ്പെടുന്നുണ്ട് അല്ലേ അലിമെന്ററി കനാലിൻ്റെ. അത് മ്യൂക്കോസൽ ലെയർ ആണ് ഉണ്ടാക്കുന്നത്. അതിന് പറയുന്ന പേരാണ് ഗ്യാസ്ട്രിക്
rugae എന്ന് പറയുന്നത്. This layer forms irregular folds in the stomach called gastric rugae. Okay. Mucosal layer also forms small finger-like projections called villi in the small intestine. ഇതും സ്മോൾ ഇൻറ്റസ്റ്റൈനിലാണ് അല്ലേ. അപ്പോൾ സബ്മ്യൂക്കോസൽ ലെയർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ സബ്മ്യൂക്കോസൽ ലെയറിൽ ആരുണ്ടായിരുന്നു? ബ്രൂണസ് ഗ്ലാൻഡ് ഉണ്ടായിരുന്നു. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസൽ ലെയറിൽ ചെറിയ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് കാണുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് വില്ലെ അല്ലെങ്കിൽ വില്ലസ് എന്ന് പറയും. ഓക്കെ, എന്താണ് ഈ വില്ലസിൻ്റെ റോൾ എന്നറിയോ? ഈ വില്ലസ് ആണ് നമ്മുടെ അബ്സോർപ്ഷനെ കൂട്ടുന്ന, അബ്സോർപ്ഷൻ്റെ റേറ്റ് കൂട്ടാനായിട്ടുള്ള ഒരു പ്രതലം സൃഷ്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ വില്ലയുടെ റോള്. അത് നമുക്ക് അബ്സോർപ്ഷൻ പറയുന്ന സമയത്ത് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്പം മ്യൂക്കോസ ഫോംസ് ഗ്ലാൻഡ് ഇൻ ദ സ്റ്റൊമക്, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് ആൻഡ് ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലെ ഇൻ ദ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അപ്പം ഈ പറയുന്ന സബ്മ്യൂക്കോസ ലെയർ നമ്മുടെ സ്റ്റൊമക്കിൽ നോക്കിക്കഴിഞ്ഞാൽ മ്യൂക്കോസ ലെയറിൽ ഗ്യാസ്ട്രിക് ഗ്ലാൻഡുകൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോകരുത്. നമ്മുടെ സബ്മ്യൂക്കോസ ലെയർ, ഇൻറ്റസ്റ്റൈൻ്റെ സബ്മ്യൂക്കോസ ലെയറിലാണ് ഗ്ലാൻഡുകൾ കാണപ്പെടുന്നുണ്ട്. അതേപോലെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസ ലെയറിൽ വില്ലെ എന്ന് പറയുന്ന സ്ട്രക്ചർ കാണുന്നുണ്ട്. ഇവിടെ നമ്മുടെ സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസ ലെയറിൽ, അതായത് ഇന്നമോസ്റ്റ് ലെയറിലാണ് ഗ്ലാൻഡുകൾ കാണപ്പെടുന്നുണ്ട്. അതിനെയാണ് ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത്. അതേപോലെ ഇതിനകത്ത്, അതായത് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ബേസിസിൽ ക്രിപ്സ് ഇൻ ബിറ്റ്വീൻ ദ ബേസസ് ഓഫ് വില്ലെ ഇൻ ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ, അതായത് നമ്മുടെ വില്ലയുടെ ഇടയിലായിട്ട് ചെറിയ ക്രിപ്റ്റുകൾ ഉണ്ടാക്കുന്നതും ആരാണ്? അത് മ്യൂക്കോസ ലെയറിലാണ് കാണപ്പെടുന്നത്. ആ ക്രിപ്റ്റുകൾക്ക് പറയുന്ന പേരാണ് ക്രിപ്സ് ഓഫ് ലിബക്കൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എന്താണ് ക്രിപ്സ് ഓഫ് ലിബക്കൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓർ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് എന്ന് പറയുന്നത് ട്യൂബുലാർ ഗ്ലാൻഡ്സ് ലൊക്കേറ്റഡ് ഇൻ ദ ലൈനിങ് ഓഫ് സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആൻഡ് ലാർജ് ഇൻറ്റസ്റ്റൈൻ ബിറ്റ്വീൻ ദ വില്ലെ. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ വില്ലെ ആണെങ്കിൽ, ഇങ്ങനെ കുറേ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ആണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ആ ക്രിപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ഗ്ലാൻഡുകളെയാണ്, ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡുകളെയാണ് ക്രിപ്സ് ഓഫ് ലിബക്കൻ എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ആ ക്രിപ്റ്റുകൾക്ക് പറയുന്ന പേരാണ്. ഓക്കെ, മ്യൂക്കോസൽ എപ്പിത്തീലിയം ഹാസ് goblet cells which secrete mucus that help in lubrication of food while passing through the gut. അപ്പം മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ ഗോബ്ലെറ്റ് സെൽസ് ഉണ്ട് വിച്ച് സെക്രീറ്റ് മ്യൂക്കസ്. നമ്മുടെ മ്യൂക്കോസൽ എപ്പിത്തീലിയത്തിൽ കാണപ്പെടുന്ന ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫുഡ് പോകുന്ന സമയത്ത് ഒരു ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ മ്യൂക്കസിൻ്റെ റോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മ്യൂക്കോസ ലെയർ എന്ന് പറയുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെയറാണ് അല്ലേ. സോറി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് മ്യൂക്കോസ ലെയർ, നമ്മുടെ മ്യൂക്കോസ ലെയർ, സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ മ്യൂക്കോസ ലെയറിൽ വില്ലസ് എന്ന് പറയുന്ന സ്ട്രക്ചറുകൾ കാണപ്പെടുന്നുണ്ട്. സ്റ്റൊമക്കിൻ്റെ മ്യൂക്കോസ ലെയർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്ലാൻഡുകൾ, ഗ്യാസ്ട്രിക് ഗ്ലാൻഡ്സ് കാണപ്പെടുന്നുണ്ട്. അതേപോലെ വില്ലസിൻ്റെ ബേസിലായിട്ട് കുറേ ക്രിപ്സ് കാണുന്നുണ്ട്. അതിനെയാണ് ക്രിപ്സ് ഓഫ് ലിബർക്കെയിൻ എന്ന് പറയുന്നത്. ഈ ക്രിപ്സ് ഓഫ് ലിബർക്കെയിൻ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡുകളാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ മ്യൂക്കസ് സെക്രീഷൻ, ഗോബ്ലെറ്റ് സെൽസ് മ്യൂക്കസ് സെക്രീഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഈ ക്രിപ്സ് ഓഫ് എന്ന് പറയുന്നത് എവിടെയായിരുന്നു? ക്രിപ്സ് ഓഫ് ലിബർക്കെയിൻ ഓർ ഇൻറ്റസ്റ്റൈനൽ ഗ്ലാൻഡ്സ് എവിടെ കാണപ്പെടുന്നതാണ്? നമ്മുടെ വില്ലസിൻ്റെയൊക്കെ ബേസിലായിട്ട് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ കാണപ്പെടുന്നത് ആണ് ക്രിപ്സ് ഓഫ് ലിബർക്കെയിൻ എന്ന് പറയുന്നത്. ഇവിടെ കാണുന്നുണ്ട്, അതും നമ്മുടെ മ്യൂക്കോസൽ ലെയറിലാണ് കാണപ്പെടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് ലൂബ്രിക്കേഷന് വേണ്ടി സഹായിക്കുന്നുണ്ട്. നമ്മുടെ ഫുഡ് നമ്മുടെ അലിമെൻ്ററി കനാലിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് അതിനൊരു ലൂബ്രിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മ്യൂക്കോസ ലെയറിൽ കാണപ്പെടുന്ന ഗോബ്ലെറ്റ് സെൽസ് സെക്രീറ്റ് ചെയ്യുന്ന മ്യൂക്കസ് എന്ന് പറയുന്ന ആ ഒരു സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, ആ ഒരു സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആ ഒരു മ്യൂക്കസ് എന്ന് പറയുന്ന നമുക്കറിയാം വഴുവഴുപ്പുള്ള ആ ഒരു ഇതാണ് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് സഹായിക്കുന്നത്.